13 വോട്ടെണ്ണലാണ്. അത് അന്തസ്സാർന്ന നിലയിൽ വോട്ടെണ്ണം എണ്ണുമ്പോൾ അതിൻ്റേതായ അർഹർക്ക് കൃത്യമായിട്ട് കിട്ടും. ഉറപ്പാണ്. കൃത്യമായി അല്ല, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന ഒരാളല്ല. ആ പ്രവചനവും നടത്തില്ല. നമ്മൾ പ്രവർത്തിച്ച് പ്രവചനം നടത്തുക, അതാണ് നമ്മുടെ ഇത്. നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും. അവിടെയുള്ള ജനങ്ങൾ മുഴുക്കെ പറയുന്നത് തീർച്ചയായിട്ടും ജയിച്ചിരിക്കും, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, അമ്പിളിച്ചേട്ടനെ കാണാൻ പോയപ്പോഴേ അമ്പിളിച്ചേട്ടനെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പേ കാണാൻ പോയതാണ്. പക്ഷെ അന്ന് അവിടെ അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. പക്ഷേ നോമിനേഷൻ എല്ലാം കൊടുത്ത് വന്നതിന് ശേഷമാണ് വന്നു എന്നറിഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ പോയി. അദ്ദേഹത്തിനെ കാണേണ്ട ഒരു ചുമതല ഞാൻ ജഗതിയിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ട്. കാരണം അദ്ദേഹത്തിലൂടെ എത്ര പടങ്ങളാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചത്. അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ് പിന്നെ ഞാൻ പാടിയത്, രാമ ശ്രീരാമ. കേട്ട് കാണുമല്ലോ. ആ രാമ ശ്രീരാമയിൽ ഇന്നും അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് പല ഭാഷയിൽ. അതാണ് കാര്യം.